ഹലോ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ കുറേ മാങ്ങ കിട്ടി. നമുക്കതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് അച്ചാറിട്ടാലോ. അപ്പോൾ അച്ചാറിട്ടാനുള്ള സാധനമൊക്കെ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ കുറേ മാങ്ങ അപ്പുറത്തുനിന്ന് കിട്ടിയാണ്. അപ്പോൾ ആ മാങ്ങ ഫുള്ള് നമുക്ക് കഴുകി എടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ മാൻ എൻ്റെ അനിയനാണ്. അപ്പോൾ നമ്മൾ ഫുൾ കഴുകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളതിൻ്റെ ചുണയൊക്കെ കളഞ്ഞിട്ട് വേണം കഴുകാൻ. അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് കിട്ടും. അത് കാരണമാണ് ഞങ്ങളിത് മുകൾഭാഗമൊക്കെ ചെത്തി കളഞ്ഞിട്ട് കഴുകുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് സെറ്റായിട്ടുണ്ട്. എല്ലാം നമ്മളങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് അരിപ്പേര് വാരി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വാരി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അച്ചാറൊക്കെ ഇടാൻ നേരത്തെ ആകുമ്പത്തിന് വെള്ളമൊക്കെ വറ്റും. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ അച്ചാറിനൊക്കെ അരിപ്പയിലേക്ക് മാറ്റി വെക്കുന്നത്. ഇതിങ്ങനെ വലിയ പാത്രത്തിലൊക്കെ ഇട്ട് കഴുകുമ്പോൾ കുറേ മാങ്ങ ഉള്ളതാണ് ഞങ്ങൾ വലിയ പാത്രത്തിലിട്ട് കഴുകുന്നത്. നമ്മൾ ഇവിടെ എല്ലാം സെറ്റാക്കി എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉപ്പിട്ട് തിരുമ്മി വെച്ചിരിക്കുകയാണ്. അപ്പം അച്ചാറിടുമ്പോൾ ശരിക്കും ഉപ്പിട്ട് തിരുമ്മി വെക്കണം. അച്ചാർ നമ്മളിവിടെ വെളുത്തുള്ളി കുറേ എടുത്തിട്ടുണ്ട്. എത്ര മാങ്ങ ഉള്ളതാണ് വെളുത്തുള്ളി. ഇഞ്ചി നമ്മളിവിടെ അത്യാവശ്യം കുഞ്ഞിതാക്കി അരിഞ്ഞിട്ട് വെച്ച് കത്തിച്ചിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെച്ച് ചൂടാക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അത് നല്ല ഇവിടെയൊക്കെ അത്യാവശ്യം കുറേ കറിവേപ്പില ഉണ്ട്. കറിവേപ്പില അപ്പോൾ നമ്മൾ കല്ലിലൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ല തിളച്ചുകൊണ്ട് തന്നെ ഏതാനും തന്നെ കടുക് നമുക്ക് ഇട്ട് കൊടുക്കും പൊട്ടുന്നുണ്ട്. അപ്പം നമ്മൾ പൊട്ടിയ കടുക് എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ എടുത്താൽ മതി. അത് അപ്പുറത്ത് തന്നെ അനിയനാണ് ഇരിക്കുന്നത്. അവന് ഭയങ്കര ആകാംക്ഷയാണ് ഈ അച്ചാർ കുറച്ച് നാളായി ഇട്ടിട്ട്. അപ്പോൾ അതിന് അവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല രുചി. 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് രുചി നോക്കി അടിപൊളിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ അച്ചാർ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നിടം വരെ